ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറയുക. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരെ കാണുന്ന പോലെ മനുഷ്യരെ കാണുന്ന ഒരു നാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ദൈവം ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ തൊഴിലിന്റെയോ അടിസ്ഥാനത്തില് ആളുകളെ വേർതിരിക്കുന്നില്ല, അവരെ വേറിട്ട് കാണുന്നില്ല. ദൈവം എല്ലാവർക്കും ഒരേപോലെയാണ് മഴ കൊടുക്കുന്നത്. ജാതി നോക്കിയോ നിറം നോക്കിയോ തൊഴിൽ നോക്കിയോ അല്ല മഴ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ തോന്നുകയാണ്, ഇത് ദൈവത്തിന് സ്വന്തം നാടാണോ അതോ പിശാചുക്കളുടെ സ്വന്തം നാടാണോ എന്ന്. കാരണം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കൊട്ടിഘോഷിച്ച ഈ നാട്ടില് ഇന്ന് നടമാടുന്നത് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവുകൾ, വേർതിരിവുകൾ. സരസ്വതി ക്ഷേത്രങ്ങളാകേണ്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും നടമാടുന്നത് ഇതാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക. അപ്പൊ ദൈവത്തിന് തുല്യരായി കാണേണ്ട ആ ഗുരുക്കന്മാര്, ഗുരുനാഥന്മാര്, അധ്യാപകര്, അവര് പോലും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തില് കുട്ടികളെ വേർതിരിച്ചു കാണുന്നു, അവരെ അപമാനിക്കുന്നു, അവരുടെ അച്ഛന്റെ തൊഴിലും അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങളും എല്ലാം എടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രയോ മോശമായ, എത്രയോ അപഹാസ്യമായ ഒരു സ്ഥിതിയാണ്. പിന്നെ എന്തിനാണ് നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്? കാരണം നിതിൻ രാജ് എന്ന് പറഞ്ഞ കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത ആ ചെറുപ്പക്കാരന്റെ ആ അനുഭവം, അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.